എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർത്തു. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ. ബിയും സിയും ചേർന്ന് അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. ബിയും സിയും ചേർന്ന് അതേ ജോലി 15 ദിവസം കൊണ്ട്. എയും സിയും ചേർന്ന് അതേ ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ എയും ബിയും സിയും ചേർന്ന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരിത്, അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. ഇത് പരീക്ഷകൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. എയും ബിയും 2 പേര് വീതം ജോലി തീർക്കാൻ വേണ്ട സമയം തന്നിട്ട് 3 പേരും കൂടെ ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിക്കും. എയും ബിയും കൂടെ തന്നെ ജോലി തീർക്കാൻ 12 ദിവസം, ബിയും സിയും കൂടെ തന്നെ ജോലി തീർക്കാൻ 15 ദിവസം, എയും സിയും കൂടെ ചേർന്ന് ജോലി തീർക്കാൻ 20 ദിവസം. എങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജോലി തീരാൻ എത്ര ദിവസം? കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് എയും ബിയും സിയും, അല്ലെ? 3 കഥാപാത്രം, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എയും ബിയും ചേർന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 12 ദിവസം കൊണ്ട് തീരും. ബിയും സിയും ചേർന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 15 ദിവസം കൊണ്ട് ചെയ്യും. എയും സിയും ചേർന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 20 ദിവസം കൊണ്ട് തീരും. അങ്ങനെയെങ്കിൽ 3 പേര് ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ഓക്കെ. അപ്പൊ നമുക്കിത് കുറച്ച് വിശദമായിട്ട് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. മക്കളെ, എത്രയൊക്കെയാ? 12, 15, 20 ആണ്, അല്ലെ? ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണേ. അതായത് ശ്രദ്ധിച്ച് കേട്ടോണം. എയും ബിയും ചേർന്ന് ജോലി തീർക്കാൻ 12 ദിവസം വേണമെന്ന് തന്നിട്ടുണ്ട്. ശരി. ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ 20 ദിവസം വേണം എന്ന് തന്നിട്ടുണ്ട്. എയും സിയും ചേർന്ന് ജോലി തീർക്കാൻ, ഇത് 15 ആണ്, അല്ലെ? എയും സിയും ചേർന്ന് ജോലി തീർക്കാൻ 20 ദിവസം വേണമെന്ന് തന്നിട്ടുണ്ട്. 12, 15, 20. 3 പേര് ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് അറിയണം. ആദ്യം ഈ 3ന്റെയും കൂടെ LCM കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ആകെ ജോലി. ആണോ? 60 ആണ്. അപ്പൊ ആകെ അവിടെ 60 ജോലി ഉണ്ടെന്ന് മനസ്സിലായി. ആകെ ജോലി 60. ഇനി എഫിഷ്യൻസി കാണാം. 60/12 5, 60/15 4, 60/20 3. ആണോ? അപ്പൊ എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 5, ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 4, എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 3. ഇത്ര ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കിട്ടാൻ 3 പേരുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കിട്ടാൻ ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുത്താൽ മതി എന്ന് കാണാതെ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി കിട്ടാൻ ഈ 3 എഫിഷ്യൻസിയും കൂട്ടി പകുതി എടുക്കണം എപ്പോഴും, എല്ലാ കണക്കിലും. അതായത് 5 + 4 9 + 3 12 / 2. അതായത് 6 ആയിരിക്കും 3 പേരുടെയും കൂടെ എഫിഷ്യൻസി. 6 ആയിരിക്കും 3 പേരുടെയും കൂടെ എഫിഷ്യൻസി. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 6 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരുന്നല്ലേ. അപ്പൊ ആകെയുള്ള 60 ജോലി അവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം, എയ്ക്കും ബിക്കും സിക്കും കൂടെ ആകെയുള്ള 60 ജോലി ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 60 / 6 = 10 ദിവസം എന്ന് കിട്ടും. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം 10 ദിവസം എന്ന് കിട്ടും. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 3 പേരുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി കിട്ടാൻ ഈ 3 എണ്ണം കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് സാർ എന്തിന്റെ ബേസിലാ പറഞ്ഞത്? അത് കാണാതെ പഠിക്കണം, ഓർത്തോണം. ഇനി അതെങ്ങനെയാ വന്നതെന്ന് പറയാം. മക്കളെ, ഈ ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടി എന്ത് കിട്ടും? A + B + B + C + A + C എന്ന് കിട്ടും. ആണോ? ഓക്കെ, ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചു. ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ ഞാൻ കൂട്ടുവാണേ. അപ്പൊ എന്ത് കിട്ടും? A + B + B + C, അല്ലേ?
പ്ലസ് എ പ്ലസ് സി എന്ന് കിട്ടും. പ്ലസ് എ പ്ലസ് സി. ലെഫ്റ്റ് സൈഡ് എല്ലാം കൂട്ടുമ്പോൾ ഇത്രയത്തിന്റെ എഫിഷ്യൻസിയാണ് ഏതൊക്കെ? ഈ 5ഉം ഈ 4ഉം ഈ 3ഉം കൂടെ കൂട്ടുന്ന 12 ആണോ? എയുടെയും ബിയുടെയും പ്ലസ് ബിയുടെയും സിയുടെയും പ്ലസ് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസിയാണ് 12. ഇതിൽ 2 എ ഉണ്ട്, പ്ലസ് 2 ബി ഉണ്ട്, പ്ലസ് 2 സി ഉണ്ട്. ഇത്രയും പേരുടെ എഫിഷ്യൻസിയാണ് എത്ര? 12. 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ് 12. അതിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 12/2 6 കിട്ടും. ഇതാണ് കണക്ക് ചെയ്യുന്ന നോർമൽ മെത്തേഡ്. ആ കണക്ക് നമ്മൾ ചെയ്തെടുക്കേണ്ട നോർമൽ മെത്തേഡ് ഇതാ. പക്ഷെ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ കാണാതെ പഠിക്കും. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണാൻ ആ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുത്താൽ മതി എന്ന് കാണാതെ പഠിക്കും. ഇത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്പാണ്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണാൻ 3ഉം കൂട്ടി പകുതി എടുത്താൽ മതി എന്ന് കാണാതെ പഠിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങള് ആണ്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാം. ഞാനത് പറയാം. അപ്പൊ ഒന്നുകൂടെ ഞാനിതൊന്ന് പറഞ്ഞു തരാം. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ട് ജോലി തീർക്കും. ബിയും സിയും ചേർന്ന് 15 ദിവസം കൊണ്ട് ജോലി തീർക്കും. എയും സിയും ചേർന്ന് 20 ദിവസം കൊണ്ട് ജോലി തീർക്കും. എങ്കിൽ ചോദ്യം എന്തായിരുന്നു? എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ആണോ? 3 പേര് ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നറിയാൻ എന്ത് ചെയ്യണം? ആദ്യം ആകെ ജോലി കണ്ടുപിടിച്ചു. ഇവരുടെ ഓരോരുടെ എഫിഷ്യൻസി, ഓരോ 2 പേരുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചു. ഓരോ 2 പേരുടെ എഫിഷ്യൻസി കിട്ടിയാൽ 3 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഈ 2 പേരുടെ എഫിഷ്യൻസീസ് വീതം കൂട്ടി പകുതി എടുത്താൽ മതി. 3 പേരുടെ കൂടെ എഫിഷ്യൻസി 6 കിട്ടിയാൽ 3 പേർക്ക് ഒരു ദിവസം കൊണ്ട് 6 ജോലി തീർക്കാൻ പറ്റുന്ന അർത്ഥം. ആകെയുള്ള 60 ജോലി അവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 60/6 10 ദിവസം കിട്ടും. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവര് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം. അതായത് ഇവര് പറയുവാണ് എയും ബിയും ചേർന്ന്, അല്ലെ, എയും ബിയും ചേർന്ന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 9 ദിവസം വേണം ഒരു ജോലി തീർക്കാൻ. യെസ്. ബിയും സിയും ചേർന്ന് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം മക്കളെ? 12 ദിവസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുവാണ് എയും സിയും ചേർന്ന് അതേ ജോലി തീർക്കാൻ 18 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ ഈ 3 പേരും ഒരുമിച്ച്, എയും ബിയും സിയും ഒരുമിച്ച് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എയും ബിയും കൂടെ 9 ദിവസം, ബിയും സിയും കൂടെ 12 ദിവസം, എയും സിയും കൂടെ 18 ദിവസം. ആദ്യം ഈ 3 സംഖ്യകളുടെ LCM കാണണം. അതാണ് ആകെ ജോലി എന്ന് പറയുന്നത്. അത് 36 ആണ്, 36. അപ്പൊ ഇവിടെ ആകെ ജോലി, ടോട്ടൽ വർക്ക് നമുക്ക് 36 എന്ന് കിട്ടും. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി കാണാൻ 36/9 4, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി കാണാൻ 36/12 3, എ പ്ലസ് സിയുടെ എഫിഷ്യൻസി കാണാൻ 36/18 2 ആണോ? ഇനി എയുടെയും ബിയുടെയും സിയുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? 3 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണാൻ ഇവരുടെ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. അങ്ങനെയല്ലേ പഠിച്ചേ? അപ്പൊ എല്ലാം കൂട്ടുമ്പോൾ 9, 9ന്റെ പകുതി, അതായത് ഒരുമിച്ചുള്ള എഫിഷ്യൻസി 4.5 അതായത് ഇവരെല്ലാം ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 4.5 ജോലി തീരും. അങ്ങനെയെങ്കിൽ ആകെയുള്ള 36 ജോലി ഇവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 36/4 4 എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം 9/2 എഴുതുന്നതാണ് സോൾവ് ചെയ്യാൻ. അതുകൊണ്ട് 9/2 എഴുതി 36/9/2. ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുകയാണല്ലോ. അപ്പൊ തിരിഞ്ഞു വരും 2/9. ഇതും വെട്ടിപ്പോയി 4 × 2 നമ്മുടെ ആൻസർ 8 എന്ന് കിട്ടും മക്കളെ. അപ്പൊ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ടത് 8 ദിവസമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം.
അപ്പൊ ഇത് വരുന്ന മോഡലാ. എയും ബിയും ഇത്ര ദിവസം, ബിയും സിയും ഇത്ര ദിവസം, എയും സിയും ഇത്ര ദിവസം, എങ്കിൽ 3 പേര് ഒരുമിച്ച് എത്ര ദിവസം എന്ന് ചോദിക്കും. ഇതൊരു പാറ്റേൺ ആണ്, സ്ഥിരം കാണുന്നതാണ്. ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്ന് ഓർക്കുക. 3 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കിട്ടാൻ 2 പേരുടെ വീതമുള്ള എഫിഷ്യൻസി കൂട്ടിയിട്ട് പകുതി എടുക്കണം എന്ന് ഓർത്ത് വെക്കുക. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ബിയും സിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ബി തനിയെ, കണ്ടോ വ്യത്യാസമുണ്ട് ചോദ്യത്തിന്. 3 പേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയമല്ല ചോദിച്ചേക്കുന്നത്. ബിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയും ബിയും ചേർന്ന് 12 ദിവസം, ബിയും സിയും ചേർന്ന് 8 ദിവസം, എയും സിയും ചേർന്ന് 6 ദിവസം. എങ്കിൽ ബിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം? ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം എയുടെ ബിയുടെയും തന്നിട്ടുണ്ട്, ബിയുടെയും സിയുടെയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം തന്നിട്ടുണ്ട്, എക്കും സിക്കും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയങ്ങൾ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ മക്കളെ? അത് 1 12, 1 8, 1 6, 1 12, 1 8, 1 6, 1 12 ദിവസം, അടുത്തത് 8 ദിവസം ആണോ, അടുത്തത് 6 ദിവസം. 12 ദിവസം, 8 ദിവസം, 6 ദിവസം. അപ്പൊ എക്കും ബിക്കും 12 ദിവസം, ബിക്ക് സിക്കും 8 ദിവസം, എക്ക് സിക്കും 6 ദിവസം. ഈ 3 സംഖ്യകളുടെ LCM കാണണം. ഇതാണ് ഇവിടുത്തെ ആകെ ജോലി ആണോ. അപ്പൊ ആകെ ജോലി 36 എന്ന് കിട്ടും. 36 അല്ല, LCM 24. ആകെ ജോലി 24 എന്ന് കിട്ടും. ഈ 3 സംഖ്യകളുടെ LCM 24. അപ്പൊ ഇവിടെ ആകെ ജോലി 24. ഇനി എഫിഷ്യൻസി ആണ് 24/12 2, 24/8 3, 24/6 4. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെയാണ്. ഇനി 3 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും സിയുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണണം. അത് കാണാൻ നമുക്കറിയാം എന്ത് ചെയ്യണം? 3 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കിട്ടാൻ ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുക്കണം ആണോ. അതായത് 9/2. അപ്പൊ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 4.5 കിട്ടും. ശരിയല്ലേ? അപ്പൊ എയും ബിയും സിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 4.5 ജോലി തീരും. ആകെ എത്ര ജോലിയുണ്ട് മക്കളെ? 24 ജോലി അല്ലെ. ഇത് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയമല്ല ചോദിച്ചേക്കുന്നത്. ഇത് ബിക്ക് തനിയെ തീർക്കാൻ വേണ്ട സമയം ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അടുത്തത് ബിയുടെ എഫിഷ്യൻസിയാണ്. ബിയുടെ എഫിഷ്യൻസി കിട്ടണം. എങ്ങനെ ബിയുടെ എഫിഷ്യൻസി കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറച്ചാൽ കിട്ടുന്നതാണ് ബിയുടെ എഫിഷ്യൻസി. അപ്പൊ എന്താണ് ബിയുടെ എഫിഷ്യൻസി? എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും സിയുടെ എഫിഷ്യൻസി കുറച്ചാൽ കിട്ടുന്നതാണ് ബിയുടെ എഫിഷ്യൻസി. എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസി 4.5 ആണോ. എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 4 അല്ലെ. എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 4 കുറച്ചാൽ കിട്ടുന്നത് എത്രയാ മക്കളെ? 4.5 4 കുറച്ചാൽ 0.5 കിട്ടും. അപ്പൊ ബിയുടെ എഫിഷ്യൻസി 0.5 ആണെന്ന് മനസ്സിലായി. എന്താ അതിന്റെ അർത്ഥം? ബിയുടെ എഫിഷ്യൻസി 0.5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ഒരു ദിവസം കൊണ്ട് 0.5 ജോലി തീർക്കുന്നയാളാ. അതായത് അര ജോലി തീർക്കുന്നയാളാ. ഒരു ദിവസം കൊണ്ട് അര ജോലി തീർക്കുള്ളൂ. എങ്കിൽ ബിക്ക് തനിയെ മുഴുവൻ ജോലിയായ 24 ജോലി തീർക്കാൻ വേണ്ട സമയം 24/0.5. 0.5 എന്നുള്ളത് ഞാൻ അരാന്ന് എഴുതി, അതാ എനിക്ക് എളുപ്പം ചെയ്യാൻ. അപ്പൊ 24 × 2/1 എന്ന് വരും അല്ലെ. അതായത് 48 എന്ന് കിട്ടും. 48. അപ്പൊ ബിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ 48 ദിവസം വേണമെന്ന് മനസ്സിലാക്കാം. ഇനി സിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം ചോദിച്ചാലോ? നിങ്ങൾ സിയുടെ എഫിഷ്യൻസി കാണണം. എങ്ങനെയാ സിയുടെ എഫിഷ്യൻസി കാണുന്നേ? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കുറയ്ക്കണം. അപ്പൊ സിയുടെ എഫിഷ്യൻസി കിട്ടും. സിയുടെ എഫിഷ്യൻസി കിട്ടിയാൽ സിക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം കണ്ടുപിടിക്കാം ആണോ. ഇനി എക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം ചോദിച്ചാലോ? എയുടെ എഫിഷ്യൻസി കാണണം. എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസിയിൽ നിന്ന് ബിയുടെയും സിയുടെ എഫിഷ്യൻസി കുറയ്ക്കണം. എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസിയിൽ നിന്ന് ബിയുടെയും സിയുടെ എഫിഷ്യൻസി കുറച്ചാൽ എയുടെ എഫിഷ്യൻസി കിട്ടും. എയുടെ എഫിഷ്യൻസി കിട്ടിയാൽ എക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം കണ്ടുപിടിക്കും. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ ഞാൻ എന്താ ചെയ്തേ?
ആദ്യം എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കണം, സാധാരണ ചെയ്യുന്ന പോലെ. അതായത് എയുടെയും ബിയുടെയും സിയുടെയും എയുടെയും സിയുടെയും എഫിഷ്യൻസീസ് കൂട്ടി പകുതി എടുക്കണം. അപ്പം എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കിട്ടും. ആണോ? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറച്ചാൽ ബാക്കിയുള്ളതാണ് ബിയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി 0.5 ആണെന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം 0.5 ജോലി തീർക്കുന്നയാളാ. മുഴുവൻ ജോലിയായി 24 ജോലി ബിക്ക് തനിയെ തീർക്കാൻ വേണ്ട സമയം 24/0.5. നമുക്ക് ആൻസർ 48 ദിവസം എന്ന് കിട്ടും.